ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈ ആണ്. അതിലേക്ക് ആവശ്യമായ ചേരുവകളൊക്കെ ഞാൻ ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് കുനുകുന അരിഞ്ഞ തേങ്ങാക്കൊത്തുകൾ ഇട്ടിട്ടുണ്ട്. അത് നല്ല രീതിക്ക് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കളറ് ചെറുതായി മാറുന്നത് വരെ നല്ല രീതിക്ക് ഇളക്കിയെടുക്കണം. അതിലേക്ക് നമുക്ക് ഉലുവ ചേർത്ത് വഴറ്റിയെടുക്കാം. നല്ല രീതിക്ക് വഴറ്റിയ ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച വലിയുള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് നല്ല രീതിക്ക് വഴറ്റിയെടുക്കാം. ഉള്ളിയുടെ കളറ് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ല രീതിക്ക് ഉള്ളി വാടി വന്ന് ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് നല്ല രീതിക്ക് വഴറ്റിയെടുക്കാം. തക്കാളി നല്ല വെന്തുടഞ്ഞ് വന്നാൽ അതിലേക്ക് മുളക് പൊടി ഇടാം. നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ഇട്ടാൽ മതി. എരിവ് കൂടുതൽ വേണമെങ്കിൽ ഇനിയും നിങ്ങൾക്ക് മുളക് പൊടി ഇടാം. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടാം. കുരുമുളക് പൊടി ഇടണം എന്ന് നിർബന്ധമൊന്നുമില്ല. എനിക്ക് കുറച്ച് എരിവ് വേണ്ടതിനാൽ ഞാൻ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ട ഇതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ല രീതിക്ക് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. വേണമെങ്കിൽ ഇതിലേക്ക് ചുടുവെള്ളം ഒഴിച്ച് ഒരു ഗ്രേവി ടൈപ്പ് ആക്കാം. ഞാനിപ്പം ഒരു ഫ്രൈ മാതിരിയാണ് ഞാൻ ചെയ്യുന്നത്. നല്ല രീതിക്ക് വഴറ്റിയ മസാലയിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് നല്ല രീതിക്ക് ചിക്കനിലേക്ക് മസാല എത്തും വിധം ഇളക്കിയെടുക്കാം. നല്ല രീതിക്ക് ചിക്കനിലേക്ക് മസാല പിടിക്കാൻ വേണ്ടി ഇളക്കണം. നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്.